ബട്ടർഫ്ലൈ നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു സിനിമ. ഒരുപാട് നമ്മളെ മലയാളത്തിൽ ഇന്ന് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ സിനിമയിൽ നന്നായിട്ട് എടുത്തിട്ടുള്ള സിനിമയെന്ന് തന്നെ പറയാം. പറയുമ്പോൾ നമ്മളെ ഒരുപാട് കണ്ടിട്ടുള്ള താരങ്ങളൊന്നുമില്ല, അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണ സിനിമയെന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സോഷ്യൽ ഇഷ്യൂ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പറയാനുള്ള നല്ല 3 പാട്ടുകളുണ്ട്. നമ്മുടെ സിത്താരയും സച്ചിൻ വാര്യരും ഹിഷാം അബ്ദുൽ വഹാബും ഒക്കെ പാടിയ 3 നല്ല പാട്ട്, നല്ല നമ്മുടെ മനസ്സിലൊക്കെ തങ്ങിയിരിക്കുന്ന 3 പാട്ടുകളുണ്ട്. പിന്നെ അതിൻ്റെ വിഷയം അത് തന്നെയാണ്. എന്ന് പറയുമ്പോൾ ചൈൽഡ് അബ്യൂസ്, പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതാണ് സബ്ജക്റ്റ്. അതിൽ ഒരു സ്ത്രീയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും അങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റ്. പക്ഷേ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബോറിങ്ങും ഒരു മോശവും പറയാനില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ സിനിമയ്ക്ക് അനുസൃതമായിട്ടുള്ള നല്ല BGM ഒക്കെ എടുത്തിട്ടുള്ള, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വൃത്തിയുള്ള ഞാൻ ഈ ചെറിയ സിനിമകളൊക്കെ കാണുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ കൊച്ചു സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും എനിക്ക് ബോറിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ലേഡി ശ്രീധന്യ എന്നും പറഞ്ഞ എന്തുവാണ്, അവരെ ഞാൻ പറഞ്ഞ് കണ്ടിട്ടില്ല. അവർ തന്നെയാണ് ഇതിലെ നായിക. അവരെ റോള്, പിന്നെ അവരെ കൂടെ കുറേ ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാരാണ്. അവരെല്ലാം അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെ അങ്ങനെയുള്ള സിനിമയല്ല. ഒരു സിങ് സൗണ്ട് അങ്ങനെയുള്ള റെക്കോർഡിംഗ് ആണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.